ഹലോ ഗുഡ് മോർണിംഗ് ഗേസ്. രാവിലെ തന്നെ രണ്ടും കൂടെ കുട്ടിയും പറിച്ച് മാവേലിക്കര സലൂണിലോട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ കുട്ടീൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴത്തേന് ബോബ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ക്ലോറിൻ വെള്ളത്തിൽ കുളിച്ചിട്ട് കുട്ടീൻ്റെ മുടി മൊത്തം കുഞ്ഞു പോയത് കാരണം ഞങ്ങൾ ബോബ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, സ്ട്രെയിറ്റ് സ്മൂത്തനിങ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ അവൾക്ക് സ്മൂത്തനിങ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ നാളെ എനിക്കൊരു വെഡ്ഡിങ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഞാനും ഒന്ന് ചെറുതായിട്ടൊന്ന് മിനിങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. ചെറുതായിട്ടൊന്ന് സ്മൂത്തനിങ് ഞാനിവിടെ ചെയ്തു. നാളെ പോകേണ്ടതുകൊണ്ടാണ് കേട്ടോ, പെർമനൻ്റ് ഒന്നും അല്ല എൻ്റെത്. അപ്പോൾ ഇവൾക്ക് നമ്മൾ പെർമനൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും രണ്ട് സലൂണിലാണ് കേട്ടോ. നമ്മളുടെ റേറ്റ് വ്യത്യാസം കാരണം നമ്മൾ രണ്ട് സലൂണിൽ പോയി. എനിക്ക് പിന്നെ പെർമനൻ്റ് അല്ലാത്തതുകൊണ്ട് വലിയ റേറ്റ് ചെയ്യേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടിടത്ത്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറവും ഇരുന്ന് വീഡിയോ കോൾ ചെയ്യാൻ കേട്ടോ. രണ്ടും അപ്പുറവും ഇപ്പുറവും ഓപ്പോസിറ്റ് സൈഡ് ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ലായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ചാറ്റ് ചെയ്യുകയും വീഡിയോ കോൾ ചെയ്യുകയും ചെയ്യാൻ കേട്ടോ. ഇത് അവൾ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ് കേട്ടോ, അവിടെ ഇരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ ഇപ്പുറത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ക്രീം ഇടുമ്പോൾ എൻ്റെ സൂതിലും ചെയ്യും. അവൾക്ക് കുറേ നേരം ടൈം വേണം, എനിക്കത്ര ടൈമൊന്നും വേണ്ടായിരുന്നു. എൻ്റെ ജസ്റ്റ് പെർമനൻ്റ് അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എൻ്റെ ഹെയർ ചെയ്യണമെങ്കിൽ നല്ല റേറ്റ് ആവും. 15 രൂപയൊക്കെ റേറ്റാണ് കേട്ടോ അവർ പറയുന്നത്, 15,000. അവളുടെ ഹെയർ ചെയ്തപ്പോഴത്തേന് 5,000 രൂപ ബോബ് കട്ടിന്. പിന്നെ ഉള്ള നീളമൊക്കെ അനുസരിച്ചാണ് കേട്ടോ അവർ റേറ്റ് പറയുക. ഈ ചേച്ചിമാരാണ് കേട്ടോ എനിക്ക് ചെയ്തിരുന്നത്. അവൾ ചെയ്തെടുത്ത് കൂടുതലും നേപ്പാളീസ് ആയിരുന്നു. വയലറ്റ് എന്നായിരുന്നു കേട്ടോ അവൾ ചെയ്ത സലൂണിൻ്റെ പേര്, ഞാൻ ചെയ്ത യൂണിക്കും. അപ്പോൾ നമ്മളുടെ രണ്ടിടത്തെയും സ്റ്റാഫുകളൊക്കെ നല്ല ബിഹേവിയറാണ് കേട്ടോ. നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് അവർക്ക്. നമ്മളായിട്ട് നല്ല കമ്പനിയായിട്ടാണ് കേട്ടോ അവരിതൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ നല്ല സർവീസാണ് കേട്ടോ ഇവരത്. അങ്ങനെ ഞാൻ അവളെ പിക്ക് ചെയ്യാനായിട്ട് പോയിട്ട് അങ്ങോട്ട്. അപ്പോൾ നമ്മുടെ കൊച്ചിൻ്റെ ഫസ്റ്റ് ഹെയർ ഇങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുട്ടീൻ്റെ ഹെയർ ഇങ്ങനെയായി. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ മുടിയൊക്കെ സ്മൂത്തനിങ് ചെയ്യുന്നതിൻ്റെ സന്തോഷമൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും രാവിലെ പോയതാണ്. അപ്പോൾ കഴിഞ്ഞപ്പോഴത്തേന് 5:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ചാടി തുള്ളി വരുന്നതിൻ്റെ ഒക്കെ ഈ സ്മൂത്തനിങ്ങിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇവളുടെ മുഖത്ത് കാണുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ, കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ക്ഷീണം തീർക്കാനായിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ നമ്മുടെ കടയിൽ ഒരു ഷോപ്പിൽ കയറി, ബേക്ക് ഹൗസിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ ഒരു മലബാർ മാജിക് ഫലൂഡയും പറഞ്ഞു, ഒരു ബിരിയാണി പറഞ്ഞു. ഞാനൊരു സ്വല്പം മാത്രമേ കഴിച്ചുള്ളൂ. അവൾ കുറേണ്ണം ഫുൾ കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞത് കാരണം. പിന്നെ ഒരു ഫലൂഡയും പിന്നെ ഒരു ഷവർമയാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.